ഓം നമോ ഭഗവതേ വാസുദേവായ. മണ്ണൂർ ശ്രീ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 2024 9.5 ദേശത്തിനും നാഥയായി വാണരുളുന്ന അഭീഷ്ട വരദായിനിയായ മണ്ണൂർ ശ്രീ കൈമകുന്നത്തുകാവിലമ്മയുടെ തിരുസന്നിധിയിൽ ഭഗവത് കഥാസാഗരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവത് സന്ദേശങ്ങളിലെ മൂല്യങ്ങളാകുന്ന രത്നങ്ങളും മുത്തുകളും വാരിയെടുത്ത് മനസ്സിനും ബുദ്ധിക്കും ശുദ്ധിയും വെളിച്ചവും കൈവരിക്കാൻ ശ്രീമദ് ഭാഗവത കഥാശ്രവണം ഉത്തമമാണ്. ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഭഗവത് കഥകളെ വീണ്ടും വീണ്ടും ശ്രവിക്കുകയാണെങ്കിൽ ഭഗവാനെ മറക്കുവാൻ സാധിക്കാത്ത ഭക്തിയുണ്ടാകും. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ അനുഭവ സ്വരൂപമാക്കി തീർക്കുന്ന ഭാഗവതത്തിൻ്റെ രസമറിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും രസം തോന്നുകയില്ല. ഭാഗവതത്തിൽ ആദ്യം തുടങ്ങുന്നത് വരാഹത്തിൽ നിന്നാണ്. തുടർന്ന് അനവധി കഥകളുണ്ട്. കഥകളെല്ലാം തത്വത്തിൽ കൂടി മനസ്സിലാക്കണം. ആ ജ്ഞാനത്തിന് ഒരു ഗുരു വേണം. എന്താണ് ഗുരു? ഗു എന്ന അക്ഷരത്തിന് അർത്ഥമാക്കുന്നത് അന്ധകാരം എന്നാണ്. രു എന്ന അക്ഷരത്തിന് അർത്ഥമാക്കുന്നത് പ്രകാശം എന്നാണ്. അതായത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ ആരോ അവൻ ഗുരു. ഗുരുവിൽ നിന്ന് വേണം ഭാഗവതത്തിലെ തത്വങ്ങൾ ഗ്രഹിക്കാൻ. 2024 ഡിസംബർ 15 ഞായറാഴ്ച മുതൽ ഡിസംബർ 22 ഞായറാഴ്ച കൂടിയുള്ള ദിവസങ്ങളിൽ ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ വിജ്ഞാന മഹോത്സവം മണ്ണൂർ കൈമകുന്നത്തുകാവിൽ നിറവേറുന്നു. പുണ്യമാസമായ മണ്ഡലകാലത്തിൽ ദേവിയുടെ തിരുസന്നിധിയിലിരുന്ന് ശ്രീകൃഷ്ണ കഥാമൃതം ആവോളം സേവിക്കാൻ ലഭിക്കുന്ന ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി ആത്മബോധവും മനഃശാന്തിയും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേടിയെടുക്കാൻ ക്ഷേത്രാധികാരികൾ ഭക്തരെ ഉപദേശിക്കുന്നു. ഹരി ഓം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ 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 ഗോവിന്ദ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രലംബകാചാനുപനതനാവർത്തമഹാസനെ മുഷ്ടികാനിഷ്ടധികതാപൂതനാട്യേശ്വരേ അന്യേഷാസുരാപൂപാരേൻ ബാണമോമാവിപ്രയൂത നിരൂനാം കഥനം ചക്രേ ബലീമാകഥ സംശ്രയാ തിർവിദിത നിമിഷോകുരുവഞ്ചാലകേകയാ സ്വാനന്ദർവാണിഷിതാൻ ദേഹാൻ കോസലാനവേ ഏകേ തമൃതൃന്ദാന ജ്ഞാതയാ പരിവാസതേ സപ്തമോ വൈഷ്ണവം നാമ യമനന്തം രജശ്രേയർഭൂവദേവക്യ ശുശോകർവർദ്ധന ഭഗവാൻ വിശ്വാത്മാവിത്തോകം സജമയം യദൂന നിജരാധാനം യോഗമായ സമാവിശത് ഗച്ഛദേവി വദം ഭദ്രേ ഗോപഗോപീരലങ്കൃതം യോഗിനി വസുദേവസ്യ ഭാര്യാസ്തേനം ഗോപുരേ അന്യാഭ്യാകം സർവവിഘ്ന വിദരേശ്വരസന്ധിഹേ ദേവക്യാദരേ ഗർഭം ശേഷാജ്ഞം ധാമാമകം തല്ലകസംനികൃഷ്യാരുണ്യ ഉദരേശമിരേശ
അനാത്മാംശവായ ദേവയ്ക്കാവൃതാംശേ തസ്യാമികം യശോദായ നന്ദപത്ന്യാമരുഷസേ അശിഷ്യന്തിമനസ്യാസ്വാം സർവകാമവേദരേശ്വരേ യുദ്ധോപകാരബലിഭി സർവേ മൃഗേതി ഭദ്രകാളി വിദ്യാവശനീതി ച പ്രമോദാനന്ദികാരി ച മാധവീ കണ്ഠേതി ച മായാനാരായണീശാണി ചന്ദ്രദേവ്യംബികേതി ച ഗർഭസംഘർഷണാത്മവേ ബാഹുസംഘർഷണാകുവേ രാമേതി ലോകേമാതരം ബലവദ്രുച്ചയാദ സർവ്വതഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തലേശനോപരമുലാപതി രാമമിതേ തരുജാ പ്രതിവിദ്യപരിക്രമയാം ഗദാതൽകടയാകരോഗ ഗർഭേണീയദേവ്യാരോഗിണിയോ നിദ്രയാ അഹോസ്തം ശ്രീമോദർഭായിദേവോരാവിശുഷോ ഭഗവാൻ വിശ്വാത്മാ ഭക്താനം വേന്ദ്ര അവേശം ശവാകേന മനാനന്ദുവേ സർവ്വപുരുഷം രാമരാജമാനോയാരേ വിരാസദോദിദുർദശോ ഭൂതാനാം സമൂഹ തദോ ജഗന്മംഗളമച്യുതാം ചമാനം പൂരസുരേ ദേവി തദാര സർവാത്മകാലമപൂരം ആശായനാനന്ദഗമനസാം സദേവി സർവഗണിവാസനിവാസഭൂത നിദ്രാംനരേതേ കോദേന്ദ്രകേതക്ഷികേവ ഭൂതാരസുരേ ധാരകരേ രാസദേ കാമീശ്വരംസ പ്രഭയാജ്ഞാന്തരാം വിനോദയം ഡിംബവരം സുധിസ്മിതം ആകേശാമേ ഹരോ ഹരേ രുക്മാൻ രുവക്ഷരേസിതോ എന്ന പ്രേമദൃശേ കിമതസ്മേകരീയമാസ്മേ കിടത്തം ഗോരേകന്ധീകരണം ശ്രീയാസുഗുരുഗുരോ മദ്ദാഹൃദയം യസ ശ്രിയം ഹേനോകാലമയോ സേഷനികന്ധരസമുദ്രേയോ വർത്തതേ വക്തേകായോ കേന്ദ്രനം സംസിരേണ തേജാവതേ തമുജ സദന്തി യന്താരമോദം അനുമാനിനോദം തിരിഗോരാതമാൻ വാവാദഗനികൃത സ്വയം പ്രഭോവാസ്യ പ്രതിശ്വസം ജന്മ ഹരേ വിരാജന്തകൃതേ ആസീന സംവിസർജൻ ഗുരുജാന പരിണമേ ചിന്തയാൻ ഋഷികേശ് മഹേശന്വയം തിരുവയം ബ്രഹ്മാവസ്ത്രേയം തിരുനാടാദേ ദേവി സാന്തരേ സാഗംഗേ വിഷ്ണയേ സത്യവതം സത്യവരം സത്യം സത്യസയോനിമിതം സത്യേ സത്യസ്യ സത്യാനുഗ സത്യനേത്രം സത്യാത്മകം ത്വം ശരണം പ്രപന്ന ഹേകാനോസ്തോ ദിനരസിമൂല തത്തുരുസ പഞ്ചവിദാസദാത്മോ വസസദാത്മാ സപ്തലോകസ്തവിഗപോനവാസോ ദശരഥേ ദശരഥേ ദിഭഗോ കാവിരുഷ ത്വമേകേ മാസ്യ സദാ പ്രസൂതിസ്ത്വം സന്നിധാനം ത്വമനുഗ്രഹച്ച തന്മായാ സമൃദ്ധദേവസ്വാം വിശ്വജ്ഞാനരസിതോയേ വിവസ്തിരുപാണിയോ ബോധാത്മാ ക്ഷേമായോ ദശരഥസ്യ സർവോപന്നാനി സുഖാഭാനി സദാം ഭദ്രാണി ഭൂഗലാനാം ത്വയാംബുജാചാര്യസോത്തരാമി സമാജാവേശദേവസേകേ വൽവാദഗോരേണ മഹൽകൃതേന ത്വകന്തിയോപസ്വലം ഭവാബ്ദേ സ്വയം തൗതേര്യസുസ്വരം വിമൻ സഭവാത്മം ഭീമമദഗ്രസോഹൃദാം ഭഗവത്പാദാംബുരനാഭവത്രതേ നിദായയാദസനോ ഭവാൻ യ ഏ അന്യോരവിന്ദാശ്രമയുക്തമാനിന സ്വയഭവാഭാവാദി ശുദ്ധബുദ്ധയ ആരോഗ്യശ്രേണ പരമപദം സദാ പദഞ്ജലോനാദൃതായുസ്മന്ത്രയാം തദാനവേ മാധവാം താവകാവതി പ്രശ്യന്തി മാർഗത്വയേവസൗഹൃദാം ത്രയാവിയുക്തവിനന്തി നിർഭയ വിനായകാനീകവാം മുഗ്ധസുപ്രഭോ സത്വം വിശുദ്ധം പ്രേലേകവാൻ പിതൗ ശരീരം ശ്രേവായ നമോ വേദക്രിയായോഗമാദി സവാധനം ഏന സമീകരേ സത്വം നേകാരിതം നിജം ഭവേത് വിജ്ഞാനജ്ഞാനവിദ്യാമാതരം ഗുണപ്രകാശരമീയതേ ഭവാൻ പ്രകാശരേ ശ്രിയദേവാഗുണാം നാമരൂപേ ഗുണജന്മകർമ്മപരി നിരൂപ്യത്തെ കവലസ്യ കാക്ഷിനാ മനോഗരോഗ്യമനോമേ വത്മനോ ദേവ ന്യായം യന്തദാവിനേ സുന്നഗ്ന സസ്മരയം ചിന്തൈനാമാനി ഉപാനിതമംഗളാന്തേ യാസുയസ്മരാരവിന്ദയോരാവിത്തരേവ ന ഭാവായ കൽപ്പരേ ദൃശ്യാഹരേ ഭവതാ പദോഭുവോ ബാലോപരി സവജന്മനേ ശിവോ ദൃശ്യാന്തികം ഫലഫലകേ ശിശോപരി ദൃശ്യാമാം ഗാംഭ്യാസ സമാൻ ഗംഭീരാം നരേ അഹവശേഷ്യ ഭവസ്യ കാരണം വിനാനോ ദമദതർക്കയാമഹേ ഭവോദ്യോഗസ്രഭ്യവിജയ നദായതസ്തമയാ സമയാത്മനി അസ്യാസുരാചന്ദ്രസുമുഖാ വരാഹം സരാജൻ വിക്രതേഷു പദായ ഭവാസിന സുവരം ച യഥാഗ്നീഷ ആരാംബോ ഹരയോതമവന്ദനത്തെ ദൃശ്യാമ്പതേ കുശേകതാ ഹരകുമാനം ശേതസാക്ഷാത് ഭഗവാൻ ഭവായന മാമോദയം ലോചകതരേ മുഷോ ലോകായൂനാം പവിതാത്മാത്മജാ ദേശോവാച ഇത്യാപേക്ഷോയ പുരുഷം യഥോപാമനിതം യഥാ ബ്രഹ്മേശാനോ പുരോധായ ദേവാ പ്രകൃതിയോർദിവം ശ്രീഹരേ നമഃ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ
പരമപ്രമുഖായ ക്രിസ്മസ്കന്റെ പൂർവാദേ ഗരുഡവിഷ്ണു ബ്രഹ്മാദിയുടെ സുതനാമ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം പാർവതി ദേവിയോട് മഹാദേവൻ പറഞ്ഞു, അല്ല നീ എന്തായിട്ടാ അവതരിക്കുന്നത്, നീയും പോണുണ്ടല്ലോ. അതല്ല അങ്ങെന്തായിട്ടാ അവതരിക്കുന്നത് അത് ആദ്യം പറയുന്നു. അതവിടെ നിൽക്കട്ടെ, നീ എന്തായിട്ടാ അവതരിക്കുന്നത് അത് പറയൂ. അപ്പൊ പാർവതി ദേവി പറഞ്ഞു, ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലുള്ള പാദസരായിട്ടാണ് അവതരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, മഹാദേവനെ തെറ്റിപ്പോയിട്ടോ പാർവതി. കൃഷ്ണനെ ഇങ്ങനെ വളർന്നു വരുമ്പോ ഏതെങ്കിലും ഗോപസ്ത്രീകളെ കൃഷ്ണനെ കളിയാക്കിയാലോ, പെൺകുട്ടികളെ കളിയിട്ട് നടക്കുന്നത് പോലെ നടക്കല്ലേ കൃഷ്ണൻ ഇത്രയും പറഞ്ഞാൽ ചിലപ്പോ അത് അഴിച്ചു വെച്ചാലോ പാർവതി. അപ്പൊ പാർവതി പറഞ്ഞു, അങ്ങെന്തായിട്ടാ അവതരിക്കുന്നത് ചോദിച്ചു. ഞാനേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴലായിട്ടാണ് അവതരിക്കുന്നത് എന്ന് പറഞ്ഞ സാക്ഷാൽ മഹാദേവൻ ഇപ്പോ ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴലായിട്ട് ഭൂമിയിൽ അവതരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ എത്ര ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഓടക്കുഴലിനെ കാണാൻ വേണുപാണികളെ ശൃംഗൈഹി, ഇടത്തെ കൈയിലേക്ക് വേണുവിനെ എടുത്ത് വലത്തെ കൈ കൊണ്ട് മഹാദേവനായിരിക്കുന്ന ആ വേണുവിനെ അടച്ചു പിടിച്ച് അഭരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയ രഹസി കർണേ മദ്ദശാം നന്ദസൂനോ. അധരമണി സമീപം മഹാദേവനാകുന്ന വേണുവിനെ തന്റെ അധരത്തിനോട് അങ്ങനെ കൂട്ടിവെച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ വേണുഗാനം ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ ചില ഭക്തന്മാരൊക്കെ ഈ കൃഷ്ണഭക്തന്മാരൊക്കെ ഇനിയിപ്പോ ഞാൻ നേരിട്ട് അങ്ങനെ കൃഷ്ണനോട് എന്റെ വിഷമം പറഞ്ഞാൽ ചിലപ്പോ ഇനി കൃഷ്ണനെ കേൾക്കാൻ പറ്റുമോ അറിയില്ല. അതുകൊണ്ട് ഭക്തന്മാർ എന്താ ചെയ്യുക, ഭഗവാന്റെ ആ കാതിന്റെ അടുത്ത് നിൽക്കുന്ന വേണുവിനോട് ഓടക്കുഴലിനോടാണ് തന്റെ ദുഃഖങ്ങളൊക്കെ പറയാറ്. ഓടക്കുഴലെ നീ ആവുന്ന സമയത്ത് ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ കൃഷ്ണനോട് പറയാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം എന്താണ്, നീ ആ കൃഷ്ണന്റെ ചുണ്ടന്റെ അടുത്തല്ലേ നിൽക്കുന്നത്. ഒന്നങ്ങടെ ഏന്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ദുഃഖമൊക്കെ നിനക്ക് ഇതാ ഭഗവാനോട് ഇതാ പറയാം. അത് എപ്പോഴും ഒന്നും പറയരുത്, എപ്പോ വേണം പറയുക. ഉച്ചപ്പൂജയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ പായസമൊക്കെ നന്നായിട്ട് ഇതാ കഴിച്ച് പാലട പ്രഥമനൊക്കെ കഴിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് കൃഷ്ണനെ അങ്ങനെ നിൽക്കുമ്പോ അപ്പൊ വേണം കഥയെ രഹസ്യക്കാരനേ മദ്ദശാനന്ദസൂരോ, ഞങ്ങളുടെ ഈ ദുഃഖങ്ങളൊക്കെ നീങ്ങുന്ന കൃഷ്ണന്റെ അടുത്തതാ പോയി പറയാൻ. അങ്ങനെ ആ ഭഗവാന്റെ കയ്യില് ഓടക്കുഴലായിട്ടുള്ള മഹാദേവൻ അവതരിച്ചു. ഇങ്ങനെ സകല ദേവി. അപ്പൊ ദുഷ്ടന്മാരായിരിക്കുന്ന കുറെ ആൾക്കാരായിരുന്നു. ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാ ആ കൃഷ്ണാവതാര സമയത്ത് കുറെ അസുരനായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ എതിരാളിയായിക്കൊണ്ട് അങ്ങനെ മഹാഭാരത യുദ്ധത്തിലൂടെ അങ്ങനെ പോണ സമയത്ത് അർജുനൻ മുന്നിൽ അങ്ങനെ നിന്ന് അല്ലെ അസ്ത്രങ്ങനെ അയക്കുന്ന സമയത്ത് അർജുനന്റെ അസ്ത്രമാണ് കൊള്ളണത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരെ കണ്ടിട്ടായി ലോകത്തിന് യാത്രയാവാൻ സാധിക്കുക. അർജുനന്റെ സാരഥിയായിരിക്കുന്ന ആ കൃഷ്ണനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതായി ലോകത്തുനിന്ന് യാത്രയാവാൻ സാധിക്കില്ലേ എന്ന് വിചാരിച്ച് പല ആളുകളും ഇവിടെ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കണേ എന്ന് വിചാരിച്ച് കുറച്ച് ഭാവം ചെയ്ത ആൾക്കാരും കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ട് അല്ലെ ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ട് ലോകത്തിൽ നിന്ന് യാത്രയാവാൻ പലരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭഗവാൻ അവതരിക്കാൻ തയ്യാറാവാണെന്ന് മനസ്സിലായപ്പോ ദേവകി വസുദേവന്മാരുടെ വിവാഹത വന്നിച്ചു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ അങ്ങനെ പേരിലൂടെ പോണ സമയത്താണ് ഒരു അശരീരവാക്കുണ്ടായത്. ദേവകി കംസ, നീ ഏതൊരാളോടുള്ള സ്നേഹം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ സ്ത്രീയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നുള്ള വാക്ക് കേട്ടതോടുകൂടി കംസന്റെ സ്നേഹമൊക്കെ ഇല്ലാതായിട്ട് ഈ പുണ്യമില്ലാത്ത ആൾക്കാര് നമ്മളെ അടുത്തൊക്കെ വന്നിങ്ങനെ എന്തെങ്കിലും സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നുണ്ട് വെച്ചാൽ ഭഗവാനോട് പറഞ്ഞു അന്ന് വലിയൊരു വൃക്ഷമാണ് ഭഗവാന്. ആ വൃക്ഷത്തിന്റെ മുകളിലുള്ള കൊമ്പാണ് ഭഗവാന്. അതിലുള്ള കുറെ പഴങ്ങളാണ് ഭഗവാന്. ഇതൊക്കെ കേട്ടപ്പോ ദേവിയുടെ ഉദരത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്നും കൂടി കാണണം കേട്ടോ. വിനോദയ്ക്ക് ഇതൊന്നും കേൾക്കണം എന്ന് ആഗ്രഹമില്ല. എത്ര കാലമായിരിക്കും അല്ലേ? അവതാരം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്രഹ്മാവിന്റെ അതിഗംഭീരമായിരിക്കുന്ന വേദ സ്തുതികളൊക്കെ ഇനിയിപ്പോ ഇതൊന്നും കേൾക്കണം എന്നല്ല ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് വിചാരിച്ചു ഇനിയിപ്പോ എന്ത് പറഞ്ഞാലാ കൃഷ്ണൻ ഇഷ്ടാവ്. ബ്രഹ്മാവ് അവിടെ ഇരുന്ന് ആ ഭഗവാനെ അരവിന്ദാക്ഷ വിളിച്ചുകൊണ്ട് അപ്പൊ ഭഗവാൻ നോക്കി ആരെയൊക്കെ അരവിന്ദാക്ഷ എന്നൊക്കെ വിളിക്കുന്നത്. ബ്രഹ്മാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് താമരക്കണ്ണാന്നുള്ള വേദി അങ്ങനത്തെ വിലയൊക്കെ കേൾക്കണമെന്നാണ്
ഞാൻ ജീവിതത്തിൽ അത് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ദേവീ വസുദേവന്മാരുടെ മുന്നിൽ സാക്ഷാൽ ഭഗവാൻ കംസന്റെ കാരാഗ്രഹത്തിൽ അവതരിക്കുന്ന ഭാഗമാണ് അടുത്ത ശ്ലോകത്തിൽ ഇതാ വർണ്ണിക്കുന്നത്. ഭഗവാൻ അധാനുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ആരംഭിക്കും. എന്താ അധാനുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത? അധശബ്ദം മംഗള സൂചകമാണ്. അപ്പൊ അധ എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന അധ്യായങ്ങളൊക്കെ നമ്മൾ എന്ത് വേണം? കുറച്ചും കൂടി ശ്രദ്ധിച്ച് നമ്മളത് പഠിക്കേണ്ടതാണ്. ഇവിടെ അധ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ഇത് ആരംഭിച്ചു. സർവഗുണോപേത ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കാൻ തയ്യാറായി എന്ന് മനസ്സിലായപ്പോ സർവഗുണോപേത ലോകത്തുള്ള എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടി ഇപ്പോ കംസന്റെ കാരാഗ്രഹത്തിലേക്കാണ് ശ്രദ്ധിച്ചുകൊണ്ടതാണ് ഇരിക്കുന്നത്. കാലപരകശോഭന, കാലൊക്കെ ശോഭനമായിട്ട് മാറി, പ്രശുദ്ധമായിട്ടതാ മാറി. വല്ലാതെ ഇടി വെട്ടുന്നില്ല, വല്ലാതെ മഴ പെയ്യുന്നില്ല, ഒക്കെ ശുദ്ധമായി. മാത്രമല്ല എനിക്കേവ അജനജന്മർക്ഷം, ഭഗവാൻ എങ്ങനെ ഒരാളാണ്? അജനനാണ് ഭഗവാൻ, ജനിക്കാത്ത ആളാണ് ഭഗവാൻ. ജനിക്കാത്ത ആ ഭഗവാന് ഒരു ജന്മർക്ഷം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പിറന്നാൾ വേണത്തിൽ എന്ത് വേണം? ജനിക്കണ്ടേ? ജനിക്കാതെ പിറന്നാൾ ഉണ്ടാവും. ഞാൻ ബ്രഹ്മാണ് എന്നിങ്ങനെ പറഞ്ഞൊരു കാലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിറന്നാളത്തൊന്നും കഴിക്കാൻ പറ്റില്ല. അതൊക്കെ കഴിക്കില്ല. ഈ കുട്ടികൾക്ക് പിറന്നാളെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമല്ലേ? കുട്ടികളൊക്കെ പിറന്നാളിന്റെ സമയത്ത് കുട്ടികൾ കുറേ ദിവസം മുന്നേ തന്നെ ഇങ്ങനെ ചോദിച്ചെടുത്ത അച്ഛനോട് എന്നാ അച്ഛ പിറന്നാൾ, അമ്മ എന്നാ പിറന്നാൾ, എന്റെ പിറന്നാൾ എന്നാ, എന്റെ പിറന്നാളല്ലേ? എന്താ ഈ പിറന്നാളിന്റെ പ്രത്യേകത? പിറന്നാൾ ആരൊക്കെയോ എന്നാ വിചാരിച്ചത്? ആ അമ്മേന്റെ അമ്മ വരും, അമ്മേന്റെ അച്ഛൻ വരും, അച്ഛന്റെ അച്ഛൻ വരും, അച്ഛന്റെ അമ്മ വരും, എല്ലാവരും വെറുതെയോട് കൂടിയല്ലേ വരിക. വരുന്ന സമയത്ത് ഓരോ ഉടുപ്പൊക്കെ നല്ല ഉടുപ്പൊക്കെ തരില്ലേ? ഉടുപ്പൊക്കെ കുട്ടികൾക്ക് പിറന്നാളിന്റെ അന്ന് വരുമ്പോ അവരെന്താ ആദ്യം ചോദിക്കുക? പിറന്നാളുകാരെ ഇവിടെ ഇല്ലെന്നാ ചോദിക്കുക. പിറന്നാളുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. ധാരാളം പൂക്കളൊക്കെ വിരിഞ്ഞു, നദിയിലുള്ള വെള്ളമൊക്കെ താഴത്തേക്കായി. ആ കളിയിൽ നിന്ന് നല്ല താമരപ്പൂക്കൾ വിടർന്നു വന്ന് ആ താമരപ്പൂവിന്റെ 4 ഭാഗത്തും വണ്ടുകൾ അങ്ങനെ പറന്ന് കളിക്കുന്നതായിരിക്കുന്ന സമയത്ത് വായു, വായുദേവനാണെങ്കിൽ മന്ദമാരുതിനെ പോലെ മെല്ലെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം. ഇതുവരെ ഈ കംസന്റെ ദുർഭരണം സഹിക്കവയ്യാതെ ബ്രാഹ്മണരൊന്നും ഭഗവത് ഭക്തന്മാരൊന്നും ഇപ്പോ വീട്ടിലെ തീയന്നെ വെക്കിയ പതിവില്ലാത്തതാണ്. ഇപ്പോ ഈ ഭഗവാന്റെ അവതാരം നമ്മൾ കേട്ടതോട് കൂടിയിട്ട് ആ ബ്രാഹ്മണരുടെ ഗൃഹത്തിലുള്ളതായിരിക്കുന്ന തീയൊക്കെ അഗ്നിയൊക്കെ ധനാലത ജ്വലിക്കാനായിട്ട് പുറപ്പെട്ടു. മനാംസ്യാസൻ പ്രസന്നാനി സാധൂനം, സാധുജനങ്ങളുടെ മനസ്സൊക്കത സന്തോഷിക്കുന്നതായ ആ സമയത്ത് ജായമാനേജനെ ആകാശത്ത് ദുന്ദുഭികളുടെ ഒക്കെ ആ നാദം ഒരുമിച്ച് കിന്നരന്മാരും അപ്സരസുകളും അവരൊക്കെ ഒരുമിച്ച് കൂടെ പരമില്ലാത്ത കിന്നരന്മാര് അപ്സരസുകളോട് പറയും, നീയും ആകുന്നു, ഞങ്ങൾ എന്റെ കൂട്ടത്തേക്കൊന്നും വരില്ല. ഗന്ധർവന്മാര് അവരെച്ചാൽ നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാര്. അപ്പൊ ഈ നൃത്തപ്പെടാൻ നേരെയാവുക, നന്നായിട്ട് പാട്ട് പാടിക്കഴിഞ്ഞാലേ നൃത്തം നേരെയാവും. ഏതെങ്കിലും ഒന്ന് അപകടമായി കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോ ഇവര് രണ്ടുപേരും കൃഷ്ണാവതാരം വന്നതോടുകൂടി കിന്നരന്മാരും അപ്സരസുകളും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് അവരിതാ നൃത്തം ചെയ്യുന്നു. അവരങ്ങനെ പാട്ടുപാടാനായിട്ട് ഇതാ പുറപ്പെട്ടു. വിദ്യാധര്യശ്ചമൃദു അപ്സരോഭിസ്വമന്ദദാമുചുർമുനയോ ദേവ സുമനാംസിമുദാന്യുദാമന്ദം മന്ദം ജലധരാ ജഗർജു അനുസാഗരം. ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവകീ വസുദേവന്മാരുടെ മുന്നിൽ കംസന്റെ കാരാഗ്രഹത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാ അവതരിക്കുന്നത്. ആ അവതാര ശ്ലോകമാണ് നമ്മളിതാ പാരായണം ചെയ്യുന്നത്. തൃതീയോധ്യായം. ശ്രീശുക ഉവാച അത സർവഗുണോപേത കാലപരമശോഭന യരികേവാചനതന്മർക്ഷം ശാന്തക്ഷഗൃഹതാരകം ദിശപ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ണവിരഗ്രാമോപജാഗരാം നദ്യപ്രസന്നശ്രിയാ ജയാപദജ്ജലരുഹശ്രിയാ പ്രദാജലരുഹശ്രിയാ ദ്വിജാകുലസന്നാദസ്തവകാവനരാജയാ മൗവായുസുഖസ്പർശാ പുണ്യഗന്ധവശ്രുതി അഗ്നയശ്ചദ്വിജാതീനാം ശാന്താസ്തപ്രസന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതൃത്വം ദുഭയോദിവി
നിന്നരവിന്ദർവ തുഷ്ടോ സിദ്ധചാരണ വിദ്യാധര്യസ്തനമൃദു അപ്സരോ വിസ്സമന്തര മുണ്ടം മുനയോ ദേവ സുമയാം സിമുദാന്യുര മന്ദം മന്ദം ജലധര ജഗജ്ജുരസാരം. അടുത്ത ശ്ലോകത്തിലാണ് ആ അവതാര ഭാഗം പാരായണം ചെയ്യുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സർവ ഐശ്വര്യത്തിന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ദേവകി വസുദേവന്മാരുടെ മുന്നിൽ കംസന്റെ കാരാഗ്രഹത്തില് അവതരിച്ചതായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപം എല്ലാവർക്കും ഇപ്പോ മനസ്സിലേക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കട്ടെ. മഹാവിഷ്ണു സ്വരൂപത്തെ മനസ്സിലേക്ക് ധ്യാനിച്ച് കണ്ണടച്ച് ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട ചൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാലയണിഞ്ഞ് രത്നമാലകളണിഞ്ഞ് സ്വർണ്ണമാലകളണിഞ്ഞ് മുത്തുമാലകളണിഞ്ഞ് തുളസിമാലകളണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ് ചക്രം ജല താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾമാലകളണിഞ്ഞ് സ്വർണ്ണവളകളണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാഴത്ത് തൃക്കണ്ണെഴുതി ഗോപിക്കൊടി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണ്ണത്തിന്റെ കിരീടം ചാർത്തി മൈത്രി അണിഞ്ഞുകൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ദേവകി വസുദേവന്മാരുടെ മുന്നിൽ അവതരിച്ച ആ സ്വരൂപത്തിനെ നമുക്കും ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കണേ. ദുഃഖമില്ലാതെ ദാരിദ്ര്യമില്ലാതെ പരസ്പര സ്നേഹത്തോടുകൂടി നിങ്ങൾക്കെല്ലാം ജീവിക്കുവാനായിട്ട് സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കൃഷ്ണാവതാര സമയത്ത് ഭഗവാനെ ഞങ്ങൾക്കെല്ലാം ഇവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. ഞങ്ങളൊക്കെ കാണണേ ഭഗവാനെ, ഞങ്ങൾക്ക് നന്നായിട്ട് കണ്ണു തുറന്ന് കാണണേ. എല്ലാവിധ ഐശ്വര്യവും നമുക്ക് ഭഗവാൻ പ്രദാനം ചെയ്യണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവതാര ശ്ലോകം നമുക്കത് പാരായണം ചെയ്യാം. നിശീധേ തമൗദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീർയുധാ കാർത്യാനി ഇന്ദുരിവപുഷ്കര തമൽഭുജം രാജനംബുജേക്ഷണം ചതുർഭുജം ശബ്ദജലായുധായുധം ശ്രീപരിസരക്മം ജലദോഷോസ്തുഭം രാമരം രാമയോരശോഭനം മഹാരവൈദൂര്യകുണ്ടലത്യുഷാപരിഷുപ്തഭസ്ത്രകുണ്ടലം രാമരഞ്ജനവിധി നിരോധമാനം ദേവൈഷദാ സഹസ്രഗോവിന്ദദാ ഹരേ നാരായണ 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 ഹരേ നാരായണ. എല്ലാവരും അതാത് സ്ഥാനത്ത് ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ തമൽഭുജം ബാലകമംബുജാക്ഷണം ചതുർഭുജം ശങ്കരജായുധായുധം ശ്രീവത്സലക്ഷ്മം കലശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രയോപസൗഭഗം മഹാവിജവൈഡോജീടകുണ്ടലക്ഷാപരിഷുപ്തസഹസ്രകുണ്ടലം ഉദ്യാപരാഞ്ജാംഗലകണ്യനാദികരവിരോചനായം വസുദേവൈക്ഷതം സവിസ്മയോദ്ഭുജവിലോചനോ ഹരിസ്വാമിയോ ജ്ഞാനകരന്തുവിസ്തരാം കൃഷ്ണാവതാരോത്സവം അഭൈനമസ്തവതാരം പരമദാംഗീകൃതാൻ ശ്രീ വസുദേവ ഉവാച വിദിതോസി ഭവാൻ സാക്ഷാൽ പുരുഷപ്രകൃതേർപ്പര കേവലാൻ ഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക്ക സേവ സ്വപ്രകൃത്യേരം സൃഷ്ട്വാക്രിയമാത്മകം തവനത്വം ചക്രവിഷ്ട പ്രവിഷ്ടൈമഭാവിസേ യഥേമേ വികൃതാഭാവാൻ തഥാ ദേവി സഹം നാനാവീര്യപ്രദഭൂതാവിരാജം ജനയന്തി സംനിവർത്തി സമയപാദ്യാദിശ്ചന്ദ്രേവ പ്രാഗേവ വിദ്യമാനത്വാം നരേഷാമികസംഭവ ഏവം ഭവാൻ ബുദ്ധിരമേ ലക്ഷണേ വ്യാകരണേ സംധനിതദ്ഗുണാഗ്രഹ അനാവൃതത്വാൽ വേദന്തരം നമേ സർവസ്യ സർവാത്മനാത്മവസ്തുനം യാത്മനോപശ്രവണേഷു സന്നിധിവ്യവസ്യതേ സർവീരേകദോബുധം
വിനാനുവാദനം മനീഷിതം സമ്യക്തമുപാദൽക്കുമാൻ ത്വത്തോസ്ത്യജന്മസ്ഥിതി സംയമാൻ വിഭോദന്ത്യനിഹാരവിക്രിയാത് ത്വൈശ്വരേത്യമ്മണിനോ വിരുദ്ധ്യതേ തുദാസ്യത്വാദുപദന്യതേ ഗുണീയം സത്വം ത്രിലോകസ്ഥിതേ സ്വമായാദിവർഷുക്ലം ധരവർണ്ണാത്മന സ്വർഗായ രക്തം ജലസ്വപുഞ്ചിതം കൃഷ്ണം ധവർണം തമസാജനാപ്യേ ത്വമസ്യ ലോകസ്യ വിഭോരിരദ്വിഷുപ്തേവരിയമ്മോസിമമാഹിതേശ്വര യാജന്യസജ്ഞാപുരവോയുധവേദനിർവയോഗ്യമാനാമിധനിഷ്യതേജമോ അയം ത്വസഭ്യസ്തവജന്മനൂരിഹേ ശ്രുത്വാജ്ഞാസ്തേ നിവതിർവിസുരേശ്വര സദേവകാരം പുരുഷേ സമർപ്പിതം ശ്രുത്വാഗ്നീവാവിസരത്യുജായുധം ശ്രീസുതൗവാച അഭേയമാത്മജം വീക്ഷ്യ മഹാപുരുഷലക്ഷണം ദേവകീതമുപാധാവൃതം സാധീതാശുചിസ്മിതാം ദേവക്യുവാച രൂപം യത്കൽപ്രാപുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിം നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാൽ വിഷ്ണുരധ്യാത്മദീപം നഷ്ടേ ലോകേതിപരാധാവസാനേ മഹാഭൂതേഭ്യാഭിഭൂതം ജലേഷു വ്യക്തം കാലേ ഭവാനേ ശിഷ്യരേ ശേഷപുണ്യ യോയം കാലസ്തസ്യരേ വ്യക്തബന്ധോ ജ്യേഷ്ഠാബാഹുശ്രേഷ്ഠരേ നിശ്യം നിമേഷാപിരപരിസുരാന്തോ മഹീയാംസ്തം തേഷാനും ക്ഷേമധാമ പ്രവദ്യേ മർത്യോ മൃത്യുവ്യാഭീതപലായൻ യോഗാൻ സർവാൻ നിർഭയം നാദ്യഗച്ഛൽ ത്വൽപാദാദ്യം പ്രാപ്യേദർശയാദ്യ സ്വസ്ഥശ്ചേദേവത്തിരസ്മാദമൈതി സത്വം ഘോരാവിലസേനാത്മജാമത്രാഹിത്രസ്ഥാൻഭൃത്യവിത്രാസുഹാസി രൂപം ചേതം പൗരുഷം ധ്യാനവിഷ്ണ്യം മാ പ്രത്യക്ഷം മാം സദൃശാം വിശിഷ്ടാം ജന്മതേനയ്യസോ പാപോ മാ വിദ്യാൻ മധുസൂദന സമുദ്വിജേ ഭവദ്ധേരോ കംസാലഹമരീരധി ഉപസംഹര വിശ്വാൽമന്യതോ രൂപമലൗകികം ശങ്കരക്രഗരാവൽപശ്രീയാദുഷ്ടം വിശ്വം യദേതരസ്പരോ വിശാന്തേ യഥാവകാശം പുരുഷപരോ ഭവൻ വിഭക്തി സ്വയം മമഗർഭഗോ ഭൂമഹോ ശ്രീവിടംബരംകിത ശ്രീ ഭഗവാൻ വാച ത്വമേവ പൂർവസർഗേ ഭൂമിഷ്ഠിസ്വായം ഭൂയേ സതി തദായം സുതപാനാമായ പ്രജാപതികന്മഷ യുവം വൈ ബ്രഹ്മണാദിഷ്ടോ പ്രജാസർഗേ യഥാതഥ സ്വന്ദിയം മേഹ്യഗ്രാമം ദേവാദേവരമന്തവ വർഷമാതാർഹിമകർമ്മകാലർമാനോ സഹമാനോ ശ്വാസരോധനോധനോ ശീർണവർണ്ണാനിലാഹാരോപശാന്തേ ചേതസാ മത്തകാമാനീസന്തോ മദായാദരണീകരു ഏവം മാം തപ്യതോ തീവ്രം നവപരമദുഷ്ടരം ദിവ്യവർഷസഹസ്രാണി ദ്വാദശേരുമദാത്മനോ തദാ പരിപുഷ്ടോം അമുനാപുഷാനഘേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്ത്യാ പരിഭാവിദം പ്രാതുരാസം വരദരാദിഭയോ കാമദിലസയാ പ്രിയതാം വരേറ്റു പ്രേമാശോവാം പ്രദസ്സുതം മധുസ്തഗ്രാം യക്ഷരാവരത്യോദമ്പതി നവോരാധേകവർഗം മേ മോഹിതോ മമായ ജഗേമൈവാം ലബ്ധ്വാപരം വലസതിജം സുഖം ഗ്രാമ്യാൻ ഭോഗാൻ ഭുഞ്ജാതാം യുവാം പ്രാപ്തമനോരഥോ അദൃഷ്ടാന്യതമം ലോകേ ശീലൗകാര്യമൈ സമം അഹം സുഖോം കൃഷ്ണഗർഭൈഷ്ഠുത തയോവാം പുനരേവാമദിത്യാമാസവശ്യവാദ ഉഭയന്ദ്രേതി വിഖ്യാതോ വാമനത്വാച്ച വാമന ഹൃദീയസ്മിൻ ഭവേഹം വൈതനൈകൗഷാധവാം ജാതോ ഭൂയസ്തയോരേവാ സത്യം മേ വ്യാകൃതം സതി ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യതാമദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ യുവാം മാം പുത്രഭാവേന ധർമ്മഭാവേന ജാതകൾ ചിന്തയന്തോ കൃതസ്നേഹോയാസ്തേഹേ ഭക്തിരിംബരം ഇതി കംസാവിവേഷിത്വം ദൈഹിമാം ഗോകുലന്തയ മന്മായ ശ്രീശുതോവാച ഇത്യുക്ത്വാ വീരൈസ്തൂഷ്ണിം ഭഗവാനാത്മമായയാ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാഗതശിശു തതശ്ച ശൗരി ഭഗവൻ പ്രചോദിതം സുഖം സമാദായ സസൂരികാഗ്രഹോത് യഥാ ബഹിർജന്തുകീയേഷ പരിഹര്യ യാ യോഗമായാവതിനിനന്ദജായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ അയാളുടേഷു ദ്വാരേഷു ഗൗരേഷു വിശായിരേഷു ദ്വാരസ്തു സർവാഭിതാവിരത്യാഭിരക്കവാനായ സജീവസിംഹൈഃ നാരാകൃഷ്ണവാഹേ വസുദേവ ആഗതേ സ്വയം വിരജ്യന്ത യഥാതമോരവേ ഭവരിഷപർജന്യോപാംശലരജിതശേഷം നിഗാത്വാദി നിവാരേൻ ഫണൈഃ മഖോ വിവർഷത്തടനതിയമാനുജാനുദീരവരൗഖലോ നിഭേയ ഭയാനകാവർത്തസദാകുലാമതി മാർഗം ദദോ സുന്ദരിവ ശ്രിയഃപദേ നന്ദോ വ്രജം ശൗരിവേത്യതപ്രദാൻ ഗോപാൻ പ്രസുപ്താൻ വിലക്കരിത്രയ സുതം യശോദാശയനേ വിധായ കൽസുതാമുപാദായ പുനർഗജാനകാത് ദേവക്യാശ്രയനേന്ദ്യസ്യാസുദേവോദാരികാം പ്രതിമുച്യവതോർലോകമാസ്തേ പൂർവവദാവൃതം യശോദാനന്ദവത്രീ ചാജാനം പരമുദ്ധ്യത നവലിംഗം പരിശ്രാന്ത വിദ്രയാവഗതസ്മൃതി ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വാരണാസ്യാം സംഹിതായ ദശമസ്കന്ധേ ഭൂവാർദ്ധേ കൃഷ്ണജന്മനെ തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ